പത്തരമാറ്റിലെ പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അബിയെ പിടിച്ചു നിർത്തി നവ്യ ചോദ്യം ചെയ്യുന്നുണ്ട്. നീയാണെങ്കിൽ അവളെ കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് മൈൻഡ് പോലും ചെയ്യാതെയാണ് നീ പോയത്. അങ്ങനെ കൊണ്ടുപോകാൻ ആ കൊച്ച് നിൻ്റെ ആരാ? നിൻ്റെ മൂത്തമ്മായി പറയുന്ന പോലെ നിനക്കും ആ കൊച്ചിന് തമ്മിലൊരു സാദൃശ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നവ്യ ഭയങ്കര ദേഷ്യത്തോടെ അബിയെടുത്ത് ചോദിക്കുന്നുണ്ട്. അബി ഇങ്ങനെ വല്ലാതെ എന്ത് കള്ളത്തരം പറയണമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ആദർശും നൈനയും കൂടെ സംസാരിക്കുകയാണ്. ആദർശിൻ്റെ തലയിലാണെങ്കിൽ ഒരു തലപ്പാവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സിക്കാരൻ്റെ ലുക്കിലൊക്കെയായി ആദർശ് ഇപ്പം നേരെ എൻ്റെ ജ്വല്ലറിയിലോട്ട് പോകാനാണ്. അപ്പം ആദർശാണെങ്കിൽ നൈനടുത്ത് പറയാണ്, മൂർത്തി ജ്വല്ലറി താഴേക്ക് പോവുകയാണെന്ന് അവർക്ക് തോന്നണം. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ എൻ ജ്വല്ലറിയുടെ മുന്നോട്ടുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലാവാൻ പറ്റൂ, അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ആദർശ് നയനടുത്ത് പറയാണ്. അങ്ങനെ ആദർശ് എൻ ജ്വല്ലറിയിലെ മാനേജറിനെ കാണാൻ പോവുകയാണ്. അങ്ങനെ ഓഫീസിൽ ചെന്ന് അയാളോട്ട് സംസാരിക്കുന്നുണ്ട്. ആദർശ് വേഷം മാറി എൻ ജ്വല്ലറിയുടെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് പോകുന്നത്.